മാഷേ പത്രം വായിക്കാറില്ല പറഞ്ഞില്ലേ? എന്താ കാരണം മാഷ് പറഞ്ഞത്? നല്ല നല്ല വാർത്തയൊന്നും അല്ല, പിന്നെ നെഗറ്റീവ് ന്യൂസ് ഉള്ളൂ. മനുഷ്യൻ പട്ടി മനുഷ്യൻ കടിച്ചാൽ ന്യൂസല്ല, മനുഷ്യൻ പട്ടി കടിച്ചാൽ ന്യൂസായി. ഈ ന്യൂസ് പറഞ്ഞാണ് പതിവായിട്ട് നടക്കുന്ന കാര്യമല്ല. പതിവായിട്ട് നടക്കുന്ന വിപരീതമായിട്ട് നടക്കുന്ന കാര്യം മാത്രമേ ന്യൂസുള്ളൂ അല്ലേ? എന്നിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ വന്ന് വായിക്കും, ഇത് വായിക്കണേ. പിന്നെ ടി വി കാണാറില്ലേ? ടി വി കാണാറില്ല. ടിവിയിലേ ഈ എന്റെ ഈ പ്രായത്തിലുള്ള ആൾക്കാർക്കുള്ളതൊന്നല്ല ഇതിനകത്തുള്ളത്. പിന്നെ ഒരു സീരിയൽ തുടങ്ങിയാൽ എന്റെ വീട്ടിനെക്കാട്ടും ദുഃഖം ആ വീട്ടിൽ സീരിയൽ ഉണ്ട് അല്ലേ? നമ്മുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ അല്ലെങ്കിൽ അയലോക്കത്ത് നോക്കിയാൽ തന്നെ ദുഃഖം തളം കെട്ടി നടക്കുക. എന്നിട്ട് അതിലൂടെ ഇതും കൂടെ നോക്കിയിട്ട് അതുകൂടി കരയാ. എന്തോ മനുഷ്യൻ കാട്ടിക്കിട്ടേ അറിയോ? അതുകൊണ്ടാണ് മാഷ് യാത്ര അങ്ങോട്ട് യാത്ര പല സ്ഥലത്തേക്കും. ലോകം കാണുമ്പോൾ എന്തോ അറിയോ? ചുറ്റും സന്തോഷമായിട്ട് എത്ര പേര് കാണാൻ പറ്റുമറിയോ? പോണ വഴിക്കൊക്കെ നിറച്ച ആൾക്കാർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവരുടെ പണ്ടൊക്കെ ഈ നമ്മുടെ നാട്ടില് ഈ കടകളൊക്കെ ഉണ്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നാട്ടിൽ എല്ലാ സ്ഥലത്തും നിറഞ്ഞിരിക്കുക. എല്ലാ ബസാറിലും സാധനമുണ്ട്, എല്ലാ ബസാറും വാങ്ങിച്ച ആൾക്കാരും ഉണ്ട്. പഴങ്ങള് വിഷളാണെങ്കിൽ ധാരാളം. അതെ, സ്വീറ്റ്സൊക്കെ. ഞാൻ മറ്റേ ഋഷികേശ് പേര് അവിടെ ഗീതാ ഭവൻ എന്നൊരു സ്ഥലമുണ്ട്. അവരുടെ സ്വീറ്റ് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അവരുടെ ജിലേബി ഫ്രഷ് ജിലേബി ചുട്ട് തരും. നമ്മുടെ ജിലേബിയില്ല, പണ്ടപ്പം ഈ നോർത്ത് ഇന്ത്യൻ ജിലേബി ഒരു പുളിക്കൻ ജിലേബിയാണ്, ടേസ്റ്റിയാണ്, ചൂട് കഴിക്കാം. അപ്പം ഞാൻ എൻ്റെ ക്യാമ്പ് വെക്കുമ്പോൾ ഞാൻ 2-3 കിലോ വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കുന്നത്. വളരെ ടേസ്റ്റാണ്. കാരണം ഈ കാശിയിലേക്ക് ഒപ്പം ആരാളുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, കൂടെ ഗുരുവായൂരപ്പനുള്ളൂ. ഗുരുവായൂരപ്പൻ ഇവിടെ അവിടെ എത്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഗുരുനാഥൻ ഉണ്ടല്ലോ അവിടെ, നൊച്ചൂർ വെങ്കട്ടരാമൻ. നൊച്ചൂർ വായനക്കാരൻ, പ്രാസംഗികൻ. ഞാൻ ബുക്ക് തന്നില്ലേ ശങ്കരാചാര്യ, അത് അദ്ദേഹത്തിന്റെ. അതെ, ആത്മതീർത്ഥം എന്നൊരു ബുക്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുമോ? കാരണം നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ നമ്മള് നമ്പൂരിമാരായില്ലേ, നമ്പൂരിമാരെ ഏറ്റവും വലിയൊരു നമ്പൂരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ആ വേദാന്തം ഒന്ന് പഠിച്ചു നോക്കുക. കുറച്ച് കട്ടിയായിരിക്കും, പക്ഷെ 4 വട്ടം വായിച്ചാൽ ലോകം മുഴുവൻ ആദരിക്കുന്ന വേദാന്തിയാണ് അദ്ദേഹം, അല്ല ഫിലോസഫർ അദ്ദേഹം. ലോകത്തെ ഏറ്റവും വലിയ ഫിലോസഫർ ശങ്കരാചാര്യ, ജർമ്മൻ ഫിലോസഫർ പറഞ്ഞത്. നമ്മുടെ സ്വത്ത് നമ്മൾ മനസ്സിലാവണ്ടേ അല്ലേ? ആരും നോക്കില്ല. ഇദ്ദേഹം ഗുരുനാഥൻ ബുക്ക് ചെയ്താൽ കാരണമാണ് ഈ കേരളം ശങ്കരാചാര്യ തിരിച്ചു കൊണ്ടാൽ മാത്രമേ ഈ നാട് നന്നാവുള്ളൂ. എം ശങ്കരൻ നമ്മളിപ്പോഴല്ല വേണ്ടേ, അത് നന്നായി, എനിക്ക് നന്നായി സോഷ്യലിസ്റ്റ് ഉണ്ടാവാൻ. പക്ഷെ ഇതിലും വലിയ സോഷ്യലിസ്റ്റാണ് വേദാന്തത്തിൻ്റെ സോഷ്യലിസം. ആ വേദാന്തത്തിൻ്റെ സോഷ്യലിസം നമുക്ക് കൊണ്ടുവരാം അല്ലേ?